ശ്രീരേഖ രേഖാമണി ഹെൽത്ത് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാനൊരു പാക്ക് പറഞ്ഞിരുന്നല്ലോ, മുട്ടയും പിന്നെ കാപ്പിപ്പൊടിയും പിന്നെ ഒലിവ് ഓയിലും നെല്ലിക്കും. അപ്പോൾ അത് എനിക്ക് പറയാനുള്ളത്, ഈ ചിലവർക്ക് മുട്ടയുടെ സ്മെല്ല് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് തയ്യാറാക്കി തലേ ദിവസം തന്നെ വെച്ചാൽ മതി. അപ്പോൾ ആ മുട്ടയുടെ നമ്മൾ ഫ്രഷ് ആയിട്ട് എടുക്കുമ്പോൾ ആ സ്മെല്ല് ഉണ്ടാവില്ല. തലേ ദിവസം നമ്മൾ ഈ കൂട്ടൊക്കെ കൂട്ടി വയ്ക്കുമ്പോൾ ആ ഒരു സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഇങ്ങനെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തലേ ദിവസം ഈ പാക്ക് തയ്യാറാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം തേച്ചോളൂ കേട്ടോ, കുഴപ്പമില്ല. പിന്നെ ഇതിൽ പറയാവുന്നത്, നമ്മൾ കോഫി പൗഡറും അതുപോലെ ആംല പൗഡറും കാപ്പിപ്പൊടിയും നെല്ലിക്കപ്പൊടിയും എടുക്കുമ്പോൾ അളവ് കൂട്ടി എടുത്തോളൂ കേട്ടോ. മുട്ടയേക്കാളും കൂടുതൽ അളവ് നിൽക്കണം കേട്ടോ, എന്നിട്ട് ചെയ്തോളൂ. അപ്പോൾ മിക്കവരും ഇന്ന് പരീക്ഷിച്ച് നോക്കി അല്ലേ, അപ്പോൾ അവർക്ക് നല്ല റിസൾട്ടാന്ന് പറഞ്ഞു. ചിലവർ ഡൗട്ട്സൊക്കെ വിളിച്ച് ചോദിച്ചു കേട്ടോ. അപ്പോൾ അധികം ചിലവർക്ക് കുഴപ്പമില്ല, പ്രശ്നമില്ല. ചിലവരത് സ്മെല്ല് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് എടുക്കുമ്പോൾ ആ സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ, തലേ ദിവസം നമ്മൾ കൂട്ടി വയ്ക്കുമ്പോൾ. അപ്പം സംശയങ്ങളൊക്കെ വിളിച്ച് ചോദിച്ചതിന് വളരെ നന്ദി കേട്ടോ. ആ പാക്ക് എങ്ങനെ തയ്യാറാക്കണേന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് നമുക്ക് മുട്ട എടുക്കാം കേട്ടോ. മുട്ട പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇടാം കേട്ടോ. ഇതിലേക്ക് കാപ്പിപ്പൊടി ഇടാം കേട്ടോ. കാപ്പിപ്പൊടി കൂടുതൽ അളവിട്ടുള്ളൂ. അപ്പോൾ നല്ല ബ്രൂ ആണിത്. ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ നല്ല കാപ്പിപ്പൊടിയുടെ ഗുണം ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് നല്ല സ്കാൽപ്പിനെയൊക്കെ നല്ല ഹെൽത്തി ആക്കും ഇത് കേട്ടോ. പിന്നെ കൂടാതെ ഇത് നെല്ലിക്കപ്പൊടി, ആംല പൗഡർ കേട്ടോ. ഇതും കൂടിയ അളവിൽ തന്നെ എടുക്കണം. ഇത് ഉണ്ടോ, എന്നിട്ട് ഇത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ ഇത്രയും നമ്മൾ പൊടികൾ എടുക്കുന്ന കാരണം നമുക്ക് ഒലിവ് ഓയിലിൻ്റെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. ഒലിവ് ഓയിൽ 2-3 സ്പൂണൊക്കെ എടുക്കാം കേട്ടോ. അതായത് ഓരോരുത്തരുടെ മുടിയുടെ അനുസരിച്ചിരിക്കും കേട്ടോ. മുടിയുടെ വലിപ്പമൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഇത് കൂട്ടാൻ ഒക്കെ ആയിട്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത്. ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. നല്ല റിസൾട്ടാണ് കേട്ടോ ഇത്. നല്ല മുടിയൊക്കെ നല്ല സിൽക്കി ആയിട്ട് മാറും. ശരിക്കും ഈ കാപ്പിപ്പൊടിയുടെ ഒക്കെ സ്മെല്ല് കൊണ്ട് നമുക്ക് മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഇനി അത് ചിലവർക്ക് അത് ചിലപ്പോൾ കുറച്ചൊക്കെ സ്മെല്ലുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ട് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് തലേ ദിവസം ഇതുപോലെ പാക്ക് തയ്യാറാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ അല്പം വെള്ളം കൂടിയും ചേർക്കാം കേട്ടോ. ഇത് പേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം വെള്ളം കൂടിയും ചേർക്കാം. അപ്പോൾ തലമുടിയുടെ ഓയിലും നമുക്ക് ഉണ്ടാവും. ഈ ഒലിവ് ഓയിൽ തേക്കുമ്പോൾ ഉണ്ടല്ലോ, ബ്ലഡിൽ നമ്മളെ ഈ സ്കാൽപ്പിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നമുക്കത് വർദ്ധിപ്പിക്കും കേട്ടോ.
ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് ഫോളിക്കിൾസ് എല്ലാം വികസിച്ചും നമുക്ക് നമ്മുടെ ഹെയറിനെ വളർത്താൻ സാധിക്കും കേട്ടോ. പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവുന്നതാണ് കേട്ടോ. ഹെയർ ഗ്രോത്ത് പെട്ടെന്ന് ഉണ്ടാവുന്നതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇത് തേക്കുന്നത് നല്ലതാണ് കേട്ടോ. നിങ്ങളുടെ പാക്കിൽ ഒരു ദിവസം ഈ പാക്ക് തേക്കുന്നത് നല്ലതായിരിക്കും. ഇതിന് സ്മെല്ലില്ല കേട്ടോ. മുട്ടയുടെ സ്മെല്ലൊന്നും ഇപ്പം ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ട് അപ്പം തേക്കേണ്ടവർ അപ്പം തേക്കാം. അതല്ല പിറ്റേ ദിവസം വേണമെങ്കിൽ പിറ്റേ ദിവസം തേക്കാം. അപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ സ്മെല്ല് ഉണ്ടെന്ന് തോന്നുന്നവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നെയാണ് കേട്ടോ. ഇത് മിക്സ് ചെയ്ത് കണ്ടോ. ഇത് ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് തലോട്ടിലും തലമുടിയിലും കേട്ടോ, സ്കാൽപ്പിലൊക്കെ മുടിയിലൊക്കെ പരട്ടി കൊടുക്കാം. പരട്ടി എടുത്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മതി കേട്ടോ. കുഴപ്പമില്ലാത്തവർ, നീർപ്പിടുത്തം അങ്ങനെയൊന്നും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇത് 1 മണിക്കൂർ വേണമെങ്കിൽ പരട്ടി വയ്ക്കാം കേട്ടോ. മുടിയൊക്കെ നല്ല സിൽക്കി ആവും. നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ. നല്ല 100% നിങ്ങൾക്ക് ഇത് റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാ റിസൾട്ട് തന്നെയാണ് ഞാൻ പറയുന്നതാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി സ്മെല്ലുണ്ടെന്ന് ഒരു തോന്നലുള്ളവർക്ക് വേണമെങ്കിൽ ഇതുപോലെ രാത്രി തലേ ദിവസം നിങ്ങൾക്ക് ഇത് പാക്ക് റെഡിയാക്കി വെക്കാം. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് തേക്കാം. ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. മുട്ടയുടെ മണം ഒന്നും ഉണ്ടാവില്ല. കാരണം ഇതിൽ കൂടുതലും നമ്മൾ ഈ കാപ്പിപ്പൊടിയും നെല്ലിക്കപ്പൊടിയുടെയൊക്കെ നല്ല സ്മെല്ലാണ് കേട്ടോ കൂടുതലും. അപ്പോൾ നിങ്ങൾക്ക് ഈ മുട്ടയുടെ ഒന്നും മണം ഉണ്ടാവില്ല. നമ്മുടെ മുടിക്ക് അനുസരിച്ചിട്ട് എടുക്കണം കേട്ടോ. ഇതിൻ്റെ അളവൊക്കെ നമ്മൾ ഒരുപാട് മുടിയുള്ളവർക്ക് ഒരുപാട് വേണ്ടി വരും. കുറച്ച് മുടിയുള്ളവർക്ക് കുറച്ചെടുത്താൽ മതി കേട്ടോ. അതിപ്പോൾ ഓരോരുത്തരുടെ മുടിയുടെ അനുസരിച്ചിട്ടാണ് കേട്ടോ. അതാണ് ഞാൻ അളവൊന്നും ഇപ്പോൾ പറയാഞ്ഞത് കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് എല്ലാവരും ചെയ്ത് നിങ്ങൾക്ക് ഇത് നല്ല റിസൾട്ടാണ്. വെറും വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. മുടിയുടെ അറ്റം വരെ നമുക്കത് തേച്ച് പിടിപ്പിക്കാം. അപ്പം നല്ല സിൽക്കി ആയിരിക്കും കേട്ടോ. മുടി ഓയിലും ഉണ്ടാകും. ഒലിവ് ഓയിലല്ലേ തേക്കുന്നത് നമ്മൾ. അപ്പോൾ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കും കേട്ടോ. നല്ല ഇതാണ്. മുടിക്ക് ബ്ലാക്കും തോന്നും കണ്ടോ. ഇതൊക്കെ ഞാൻ ഓരോ പാക്കായിട്ട് തേക്കുന്നതാണ് കേട്ടോ. ഇതുവരെ നമ്മൾ ഈ പാക്ക് കാണിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ കണ്ടോ. നമ്മൾ പാക്ക് തേച്ചിട്ട് വെറും വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. ഷാമ്പു സോപ്പ് ഒന്നും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഓവറായിട്ടുള്ള ഓയിലൊന്നുമില്ല കേട്ടോ. നാച്ചുറലായിട്ടുള്ള ഓയിലല്ലേ ഉള്ളൂ. ഒരുപാട് എണ്ണ എപ്പോഴും തേക്കാറുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഇതുപോലെ ഇത് സൂപ്പർ പാക്കാണ്. അപ്പോൾ ഇന്നലെ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇന്നലെ കാണിച്ചില്ലല്ലോ. അപ്പോൾ ഇനി സംശയമുള്ളവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നതാണ് കേട്ടോ. ഇതുപോലെ പാക്ക് തയ്യാറാക്കി വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ എണീറ്റ വഴി നിങ്ങൾക്കിത് തേക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ജോലിയൊക്കെ നോക്കാം. എന്നിട്ട് ഇത് കഴുകിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഇതുപോലെയുള്ള പാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഈ പാക്കിൻ്റെ കൂടെയായിരിക്കും മിക്കവാറും ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടിട്ട് നമുക്ക് സെപ്പറേറ്റ് അധികം ഓയിൽ ഡെയിലി പരട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി നമ്മൾ ഈ പാക്കിൻ്റെ കൂടെ ഓയിലൊക്കെ ചേർക്കുന്നുണ്ടല്ലോ കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതുള്ളൂ. പിന്നെ നമ്മളുടെ പാക്കായിട്ട് ഡെയിലി ഇപ്പോൾ നമ്മൾ ഓരോ ദിവസം ഓരോ ജെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് ഇടയ്ക്ക് എല്ലാ ദിവസവും മാസ്ക് ഇടണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ ജെല്ലായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ജെല്ല് പലതരത്തിലുണ്ട്. ഞാൻ ഓരോന്നും കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. ഹൈബിസ്കസ് ജെല്ലുണ്ട്, ഫ്ലാക്സീഡ് ജെല്ലുണ്ട്, കറ്റാർവാഴ ജെല്ലുണ്ട്, പിന്നെ ഉലുവയും ഫ്ലാക്സീഡും നമ്മളുടെ ജെല്ലുണ്ട്, ഉലുവയും പിന്നെ തേങ്ങാപ്പാലും ചേർത്തിട്ടുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ജെല്ലുകൾ തേച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്കത് അപ്ലൈ ചെയ്യാം. തല ശരിക്കും ചില സമയമൊക്കെ നമുക്ക് തലയുടെ ഉള്ളിലൊക്കെ തലോടൊക്കെ നല്ലോണം ചൂടായിട്ട് നമുക്ക് തോന്നില്ലേ, ഭയങ്കരമായിട്ട് ഇങ്ങനെ തീ പാളണ പോലെ തോന്നും. അപ്പോൾ അത് ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ. വെള്ളം കുറവുണ്ടെങ്കിൽ തലയ്ക്ക് ചൂട് തോന്നും, നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവും,
അല്ലേ? അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുകയാണ് വേണ്ടത് അതിന്. പിന്നെ ജെല്ല് പോലെയുള്ള ഐറ്റംസ് അതാണ് തലയ്ക്ക് ഏറ്റവും ഉത്തമം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചൂട് കുറയാനായിട്ട് നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ചൂടും കുറയണം. തലോട്ടിലൊക്കെ അടിക്കുന്ന ചൂടടിക്കുമല്ലോ, അപ്പോൾ ശരീരം ചൂടാവും, ബ്ലഡ് ചൂടാവും അല്ലേ? അപ്പോൾ നമ്മളുടെ അതനുസരിച്ചിട്ട് നമുക്ക് തലോടും തലമുടി എല്ലാം മൊത്തത്തിൽ തല പുകച്ചിലെടുക്കുന്ന പോലെ എന്നൊക്കെ ആൾക്കാർ പറയുന്നില്ലേ, അതാണ്. അപ്പം ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ. വെള്ളം കുടിച്ച് യൂറിൻ പാസ് ചെയ്യണം. പകൽ സമയം വേണം വെള്ളം കുടിച്ച് യൂറിൻ പാസ് ചെയ്യാൻ. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ദുർമേധസ്സും നമുക്ക് യൂറിനിലൂടെ പോകണം കേട്ടോ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? വെള്ളം ധാരാളം കുടിക്കുക. ഈ പാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ, അതോടൊപ്പം തന്നെ നമ്മൾ വെള്ളം കുടിച്ച് നമ്മുടെ ശരീരത്തിൽ ജലാംശം കൂട്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ചൂടൊന്നും നമ്മളെ ബാധിക്കില്ല, നമ്മുടെ മുടിയൊന്നും ബാധിക്കില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലിരിക്കുക, ഒരിക്കലും സങ്കടപ്പെട്ടിരിക്കരുത്, ടെൻഷൻ പാടില്ല കേട്ടോ. ടെൻഷനായിട്ടിരുന്നാൽ ആ ടെൻഷൻ പ്രഷർ കൂടും, ബ്ലഡ് ചൂടാവും. അപ്പോൾ അത് നമുക്ക് നമ്മളുടെ മുടി കൊഴിച്ചിലിന് കാര്യമാവും കേട്ടോ. അപ്പോൾ അതെല്ലാം മാറി നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. എപ്പോഴും ഈശ്വരൻ നമ്മളുടെ കൂടെ ഉണ്ട്. എപ്പോഴും നമ്മൾ ഈശ്വരനെ കൂടെ കൊണ്ട് നടക്കുക. എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഈശ്വരനിലേക്ക് അർപ്പിക്കുക ചെയ്യാം. അപ്പോൾ കുറേ നമുക്ക് സങ്കടമുള്ള ദിവസമൊക്കെ നമ്മൾ ഈശ്വരനെ കൂടുതൽ കൂടുതൽ വിളിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മുടെ ആ സങ്കടമൊക്കെ മാറി പിന്നെ നല്ല നല്ല ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ കേട്ടിരിക്കുക, നല്ല നല്ല വാർത്തകൾ കേട്ടിരിക്കുക. ഒരിക്കലും നമ്മൾ രാത്രി കിടക്കാൻ നേരത്തെ ഒന്നും നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് കാണരുത് കേട്ടോ. ചിലർ സെൻസിറ്റീവ് ആയിരിക്കും, അതൊന്നും കേൾക്കാനുള്ള ശക്തി ഉണ്ടാവില്ല. അപ്പോൾ രാത്രി നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ ആ കണ്ടിട്ടുള്ള വീഡിയോ മോശം വീഡിയോ ആണെങ്കിൽ നമ്മൾ കിടക്കുമ്പോഴും നമ്മളുടെ ഇന്നർ മൈൻഡ് എപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് നമ്മളുടെ എല്ലാത്തരം ഓർഗൻസിനെ നമ്മൾ ബാധിക്കും അറിയാതെ തന്നെ കേട്ടോ. ശരീരം നമുക്ക് പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ നമ്മൾ എണീക്കുമ്പോഴത്തേക്കും നമ്മളുടെ ശരീരം നമുക്കൊരു ഉന്മേഷം ഉണ്ടാവില്ല. അപ്പോൾ രാത്രി അതിനാണ് എല്ലാവരും പറയുന്നത് നമ്മൾ പ്രാർത്ഥനയോടുകൂടി കിടക്കാൻ കേട്ടോ. നല്ല നല്ല വീഡിയോസൊക്കെ കണ്ട് കിടക്കാം. മോശം കാര്യങ്ങളൊന്നും കാണരുത് കേട്ടോ. പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള അതുപോലെ ബാഡ് ന്യൂസ് ആയിട്ടുള്ളതൊന്നും നമ്മൾ കാണാൻ പാടില്ല. ഒക്കെ നല്ല നല്ല വീഡിയോസ് കാണാം രാത്രി കേട്ടോ. അങ്ങനെ കണ്ടിട്ട് വേണം കിടക്കാനായിട്ട്. ഈശ്വരനെ പ്രാർത്ഥിച്ച് കിടക്കാം. അപ്പോൾ നമുക്ക് എപ്പോഴും നല്ലത് വരും. രാവിലെ എണീക്കുമ്പോഴും നമ്മൾ കൈവെള്ളയിൽ നോക്കിയിട്ട് ഈശ്വരനെ പ്രാർത്ഥിക്കാം. അറിയാലോ, ഹിന്ദുക്കൾക്കാണെങ്കിൽ കരാഗ്രെ വസുദേ ലക്ഷ്മി കരമധ്യേ സരസ്വതി പരമോന്നത ഗോവിന്ദ പ്രഭാതേ ദർശന എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ഭഗവാനെ കണ്ടുകൊണ്ട് വേണം എണീക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ഇതുപോലെ ചെയ്യാം, നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യാം, നല്ല നല്ല വാർത്തകൾ കേൾക്കാം. ഇതുപോലെ ഭഗവാനെ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മളുടെ പ്രവൃത്തിയും നമ്മൾ എന്നും നമുക്ക് നല്ലത് തന്നെ ഈശ്വരനെ പ്രാർത്ഥിക്കാം. നല്ലത് ചെയ്യാൻ തോന്നണേ, നല്ലത് പറയാൻ തോന്നണേ, നമ്മളുടെ വാക്കിലും പ്രവൃത്തിയിലൊക്കെ അങ്ങ് ഉണ്ടാവണം എന്നുള്ള രീതിയിൽ വേണം നമുക്ക് സംസാരിക്കാൻ പോലും. നമുക്ക് അപ്പോൾ നമ്മളെ ഒരു മോശമായ രീതിയിലുള്ള ഒരു വേർഡ് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ വാക്കിലും പ്രവൃത്തിയിലെല്ലാം ഈശ്വരൻ ഉണ്ടാവണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക എപ്പോഴും. അപ്പം നല്ലതിന് വേണ്ടി ചെയ്യാം കേട്ടോ. എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. എല്ലാവരും പാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് തേക്കുക, സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. നാളെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും നല്ല വരട്ടെ.